പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. നടനും ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തിന്റെ ഈ വരവ്. ഈ മാസം 17-ന് ഗുരുവായൂരിൽ വെച്ചാണ് വിവാഹ ചടങ്ങ്. സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേന്ദ്രം പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നേരത്തെ വിവാഹത്തിന് നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിലെത്തിയിരുന്നു. ഭാര്യ രാധികയ്ക്കും മകൾ ഭാഗ്യയ്ക്കുമൊപ്പമാണ് സുരേഷ് ഗോപി വിവാഹ ക്ഷണക്കത്ത് മോദിക്ക് കൈമാറിയത്. കൂടിക്കാഴ്ചയിൽ സ്വർണ്ണ നിറമുള്ള താമരയുടെ രൂപം കുടുംബം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു. ഇതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതേസമയം തൃശൂരിൽ ദിവസങ്ങൾക്ക് മുൻപ് മഹിളാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് വലിയ ചർച്ചയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തേക്കാൾ ബി.ജെ.പി. സാധ്യത കാണുന്ന മണ്ഡലമാണ് തൃശൂർ. അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ പരിപാടി തൃശൂർ മണ്ഡലത്തിൽ സംഘടിപ്പിച്ചതും. തൃശൂരിൽ സുരേഷ് ഗോപി ആയിരിക്കും ഇത്തവണയും ബി.ജെ.പി. സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും. പ്രധാനമന്ത്രി നഗരത്തിൽ വരുന്നതിന് മുന്നോടിയായി സുരേഷ് ഗോപിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകളും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. റോഡ് ഷോയിൽ കെ സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുടെ വാഹനത്തിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും പ്രസംഗത്തിൽ അദ്ദേഹം സുരേഷ് ഗോപിയെക്കുറിച്ച് പരാമർശിക്കാൻ തയ്യാറായില്ല. പ്രധാനമന്ത്രിക്ക് മുൻപ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പല നേതാക്കളും സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് എടുത്തു പറയാതിരുന്നതെന്നാണ് സൂചന. എന്നാൽ ഇതിനിടയിൽ സർക്കാരിനും രാഷ്ട്രീയ എതിരാളികൾക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എടുത്തു പറഞ്ഞ അദ്ദേഹം സംസ്ഥാന സർക്കാർ സ്വജനപക്ഷപാതത്തിലും അഴിമതിയിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തിയിരുന്നു.